ओम शांति। बाप दादा मधुबन प्रभात मुरली 11:5:20। मीठे बच्चे, तुम ही बहुत काल से बिछुड़े हुए हो। तुमने ही पूरे 84 जन्म का पाठ बजाया। अब तुम्हें दुख के बंधन से सुख के संबंध में जाना है, जो अपार खुशी में रहो। ഇന്ന് ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ തന്നെയായിരുന്നു അനേക കാലമായി ബാബയിൽ നിന്നും വിട്ടുപോകുന്നത്. നിങ്ങൾ തന്നെയാണ് 84 ജന്മങ്ങൾ പൂർണ്ണമായും പാട്ട് അഭിനയിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് ദുഃഖത്തിന്റെ ബന്ധങ്ങളിൽ നിന്നും സുഖത്തിന്റെ സംബന്ധങ്ങളിലേക്ക് പോകണം. അതുകൊണ്ട് അളവറ്റ സന്തോഷത്തിൽ കഴിയും. ഇന്ന് ബാബ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ബ്രഹ്മലോകത്തിൽ നിന്നും ബാബയുടെ അടുത്തുനിന്നും ഏറ്റവും കൂടുതൽ കാലമായി അകന്നിരുന്നത് നമ്മളാണ്. നമ്മൾ തന്നെയാണ് പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുത്തത്. ഇപ്പോൾ നമ്മുടെ ദുഃഖത്തിന്റെ ആ ബന്ധനങ്ങളെല്ലാം മാറി സുഖത്തിന്റെ സംബന്ധത്തിലേക്ക് പോകേണ്ട സമയമാണ്. അതുകൊണ്ട് അളവറ്റ സന്തോഷത്തിൽ കഴിയൂ. ചോദ്യം: അപാർ ഖുശി കിൻ ബച്ചോം കോ സദാ രഹ സക്തി ഹൈ? അളവറ്റ സന്തോഷം സദാ ഏത് കുട്ടികൾക്കുണ്ടായി? അളവറ്റ സന്തോഷം സദാ ഏത് കുട്ടികൾക്ക് ഉണ്ടാവും? ഉത്തരം: ജിനെ നിശ്ചയ ഹേ കി ബാബ ഹമേം വിശ്വ കാ മാലിക് ബനാനെ ആയ. ആർക്കാണോ നിശ്ചയമുള്ളത്, ഒന്ന്, ബാബ നമ്മളെ വിശ്വത്തിന്റെ അധികാരിയാക്കാൻ വന്നിരിക്കുന്നു. രണ്ട്, ഹമാര സച്ച ബാബ വഹി ഗീത കാ സച്ച സച്ച ഞാൻ സുനാനെ ആയ. നമ്മുടെ സത്യമായ ബാബ ഗീതയുടെ അതേ സത്യമായ ജ്ഞാനം കേൾപ്പിക്കാൻ വന്നിരിക്കുകയാണ്. മൂന്ന്, ഹം ആത്മാ അബ് ഈശ്വർ കി ഗോദ് മേ ബൈഠേ ഹേ. ഹം ആത്മാ ഇസ് ശരീര സഹിത് ബാബയ്ക്ക് ബന്നു. ആത്മാക്കളായി നമ്മൾ ഇപ്പോൾ ഈശ്വരന്റെ മടിത്തട്ടിലാണ്. നമ്മൾ ആത്മാക്കൾ ഈ ശരീര സഹിതം ബാബയുടേതായി മാറി. നാല്, ബാബ ഹമേ ഭക്തി കാ ഫൽ ദേനെ ആയി. ബാബ നമുക്ക് ഭക്തിയുടെ ഫലം നൽകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അഞ്ച്, ബാബാനെ ഹമേ ത്രികാലദർശി ബനായ. ബാബ നമ്മളെ ത്രികാലദർശികളാക്കി മാറ്റി. ആറ്, ഭഗവാനെ ഹമേം മാം ബൻകർ അഡോപ്റ്റ് കിയാ ഹി. ഹം ഗോഡ്ലി സ്റ്റുഡന്റ് ഹി. ഭഗവാൻ നമ്മളെ അമ്മയായി മാറി ദത്തെടുത്തു. നമ്മൾ ഇപ്പോൾ ഈശ്വരീയ വിദ്യാർത്ഥികളാണ്. ജോ ഈ സ്മൃതി കാ നിശ്ചയമേ രഹത്തെ ഉനേം അപാർ ഖുശി രഹത്തെ. ആരാണോ ഈ സ്മൃതികളുടെ നിശ്ചയത്തിൽ കഴിയുന്നത്, അവർക്ക് അളവറ്റ സന്തോഷത്തിൽ കഴിയാൻ സാധിക്കും. എന്തെല്ലാം ആ ബാബ പറഞ്ഞത്? ഒന്ന്, ഈശ്വരൻ ഭൂമിയിൽ വന്നിരിക്കുന്നു നമ്മളെ വിശ്വത്തിന്റെ അധികാരിയാക്കാൻ. രണ്ട്, നമ്മുടെ സത്യമായ ബാബ, അതായത് ആത്മാവിന്റെ സത്യമായ ബാബ ഗീതയുടെ സത്യസത്യം, ഗീതയുടെ യഥാർത്ഥ സ്വരൂപം ജ്ഞാനം കേൾപ്പിക്കാൻ വന്നിരിക്കുന്നു. നമ്മൾ ആത്മാക്കൾ ഇപ്പോൾ ഈശ്വരന്റെ മടിത്തട്ടിലാണ് ഇരിക്കുന്നത്. നമ്മൾ ദേഹസഹിതം ബാബയുടേതായി മാറിയിരിക്കുകയാണ്. ബാബ നമുക്ക് ഭക്തിയുടെ ഫലം നൽകാൻ വന്നു കഴിഞ്ഞു. ബാബ നമ്മളെ ത്രികാലദർശികളാക്കി മാറ്റി. ഭഗവാൻ അമ്മയായി മാറി നമ്മൾ ദത്തെടുത്തു. നമ്മളിപ്പോൾ ഈശ്വരന്റെ വിദ്യാർത്ഥികളാണ്. ഈ സ്മൃതിയിലും അതിന്റെ നല്ല നിശ്ചയത്തിലും കഴിയുന്നവരെ അളവറ്റ സന്തോഷത്തിൽ കഴിയും. ഓം ശാന്തി. ബച്ചോം കോ നിശ്ചയ ഹേ കി ഹം ആത്മാ. കുട്ടികൾക്ക് നിശ്ചയം വന്നു. ആദ്യം എന്ത് നിശ്ചയം വരണം? നമ്മൾ ആത്മാക്കളാണ്. ബാബ ഭഗവാൻ ഹംകോ പഠാ രഹാ. ഇപ്പോൾ ആത്മാക്കളായി നമ്മളെ ബാബ ഭഗവാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. तो बच्चों को बहुत खुशी होनी चाहिए. അപ്പോൾ ദൈവം പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വളരെ സന്തോഷം ഉണ്ടാവും. സമ്മുഖ ആനെ സെ ആത്മാ സമझते हैं कि ബാബ ആയാ ഹുവാ ഹെ സബ്കി സബ്ദി കർ. ബാബയുടെ സമ്മുഖത്തിൽ വരുമ്പോൾ നമുക്ക് ബോധ്യം വരും, ബാബ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും സദ്ഗതി ചെയ്യാൻ ബ്രഹ്മാവിൽ ശിവബാബ തന്നെയാണ് വന്നിരിക്കുന്നത്. സർവ്വകേ സദ്ഗതി ദാദ ജീവൻ മുക്തി ദാദ വഹി. എല്ലാവരുടെയും സദ്ഗതി ദാദ, ജീവൻ മുക്തി ദാദ ആ പരമാത്മാവാണ്. ബച്ചേ ജാനത്തെ ഹേ മായാ ഘടി ഘടി. കാര്യം ഇതൊക്കെയാണെങ്കിലും, ഇത് പരമമായ സത്യമാണെങ്കിലും കുട്ടികൾക്ക് അറിയാം മായ ഇതെല്ലാം അടിക്കടി മറപ്പിക്കാം. പരന്തു യഹ്തോ സമझते हैं ना हम बाबा के सम्मुख बैठे. മായ മറപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ ബാബയുടെ സമൂഹത്തിലാണ് ഇരിക്കുന്നത്.
നിരാകാർ ബാബ ഇസ് രഥ് പർ സവാർ. ഇതാണ് നിശ്ചയം വരുത്താൻ പാടുള്ള കാര്യം. നിരാകാരനായ പരമാത്മാവാണ് ബ്രഹ്മാമുഖത്തിലൂടെ പഠിപ്പിക്കുന്നത്. ജൈസെ മുസൽമാൻ ലോക പടുക്ക ഘോടെ പർ രഹത്തെ കഹെങ്കെ ഇസ് ഘോടെ പർ മുഹമ്മദ് കി സവാരി തി. ഈ മുസ്ലിങ്ങള് ആ കുതിരയിൽ ആ പടുക്ക വയ്ക്കാറ്. അപ്പോൾ അവരുടെ വിശ്വാസം എന്താണ്? മുഹമ്മദ് ഈ കുതിരയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. നിശാനി രഘുദേത്തെ, അതിന്റെ ആ അടയാളമാണ് വെക്കുന്നത്. യഹം തോഹി നിരാകാർ ബാബയ്ക്ക് പ്രവേശിത. ഇവിടെ രഥം അല്ലെങ്കിൽ കുതിര ഏതാണ്? കുതിര ബ്രഹ്മബാബയുടെ ശരീരമാണ്. അതിൽ മുഹമ്മദ് അല്ല സഞ്ചരിക്കുന്നത്. മുഹമ്മദ് പറഞ്ഞ അല്ലാഹു ഇതിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ബച്ചോംകോ ബഹുത് ഖുഷി പണിച്ചാൽ, മുസ്ലിങ്ങൾക്ക് അത്രയും സന്തോഷം ഉണ്ടെങ്കിൽ ബാബ പറയാണ് എന്റെ കുട്ടികൾക്ക് അതിനേക്കാളൊക്കെ എത്രയോ സന്തോഷം ഉണ്ടാവണം. स्वर्ग का मालिक बनाने वाला बाबा व विश्व का मालिक बनाने वाला बाबा आ गया है. സ്വർഗത്തിന്റെ അധികാരിയാക്കി തീർക്കുന്ന ബാബ, വിശ്വത്തിന്റെ അധികാരിയാക്കി തീർക്കുന്ന ബാബ വന്നു കഴിഞ്ഞു. ബാബാഹെ ഗീത കാ സച്ച സച്ച ഭഗവാൻ. ബാബയാണ് ഗീതയുടെ സത്യമായ ഭഗവാൻ. ആത്മാക്കി ബുദ്ധി ബാബാക്കി തരഫ് ചലി ജാതി ഹെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആത്മാവിന്റെ ബുദ്ധി എവിടേക്കാണ് പോകുന്നത്? ബാബയുടെ ഭാഗത്തേക്കാണ്. യഹ് ആത്മാവം കാ ലവ് ബാബ. ഇത് ആത്മാക്കൾക്ക് ബാബയോടുള്ള സ്നേഹമാണ്. ഏത് ഖുഷിക്ക് നമുക്കൊച്ചടുത്തേക്ക് ബാബയ്ക്കാണ് ഈ സന്തോഷം ആരിലുണ്ടാകും? ജോ ബഹുത് കാൽസെ അലഗ് ഹുയെ. അനേക കാലമായിട്ട് ബാബയിൽ നിന്നും വിട്ടു പോകുന്ന കുട്ടികൾക്കാണ് ബാബയുമായി ചേരുമ്പോഴുള്ള സന്തോഷം ഉണ്ടാകുന്നത്. ബാബ ഖുദ് ഭി കാത്തെ ഹെ മെംനെ തുംകോ സുഖ കെ സംബന്ധമേ ഭേജാത്ത അബ് ദുഃഖ കെ ബന്ധൻ മേ ഹോ. ബാബ സ്വയം പറയാണ്, ഞാൻ നിങ്ങളെ സുഖത്തിന്റെ സംബന്ധങ്ങളിലേക്കാണ് അയച്ചത്, ഇപ്പോൾ ദുഃഖത്തിന്റെ ബന്ധനത്തിലാണ്. അല്ല, സംബന്ധവുമുണ്ട് ബന്ധനവുമുണ്ട്. അപ്പൊ ഈ ദുഃഖത്തിന്റെ ബന്ധനങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ബാബ ഇന്നലെ വരദാനത്തിൽ ഒരു പോയിന്റ് പറഞ്ഞു. എല്ലാവരും വീട്ടിലായതുകൊണ്ട് ആർക്കും പറയാൻ പറ്റില്ല, അത് ഞാൻ തന്നെ പറയാം. അപ്പൊ ബാബ എന്താ പറഞ്ഞത്? അല്ലെ, മേം ഔർ മേരാ ബാബ, ഞാനും എന്റെ ബാബയും. സാധനങ്ങള്, ദേഹം, സംബന്ധങ്ങള്, ഇതിന്റെ ഇടയിലെല്ലാം ഇരുന്നു കൊണ്ട് അത് ബന്ധനമായി വരാതിരിക്കണമെങ്കിൽ നമ്മൾ ബാബയുമായിട്ട് ബന്ധം വയ്ക്കണം. അപ്പോൾ എല്ലാ ദുഃഖത്തിന്റെ ബന്ധനങ്ങളും ഇല്ലാതെയാകും. തും അഭി സമച്ചിത്തെ ഹോ സബത്തോ 84 ജന്മ നഹി ലെത്തെ. ഇപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാ ആത്മാക്കളും 84 ജന്മങ്ങൾ എടുക്കില്ല. 84 ലാഖ് കാ ചക്രത്തോ കൊയ്ക്ക് ബുദ്ധിമേം പാടിന സക. പിന്നെ അവര് പറയുന്ന 84 ലക്ഷം. ബാബ പറയണു അങ്ങനെ ഒരു ചക്രം ആരുടെയും ബുദ്ധിയിലൊന്നും ഇരിക്കത്തില്ല. ബാബാനെ 84 കാ ചക്ര ബിൽക്കുൽ ബതായ. ആ 84ന്റെ ചക്രത്തെ കുറിച്ച് ബാബ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ബാബാക്കെ ബച്ചെ 84 ജന്മ ലേത്തെ രഹത്തേക്ക്. ബാബയുടെ കുട്ടികൾ 84 ജന്മങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. അഭിത്വം ജനത്തെ ഹോ ഹം ആത്മാ ഇൻ ഓർഗൻസ് ദ്വാര സുനത്തെ ഹി. ഈ ജന്മങ്ങൾ എടുക്കുന്നത് ദേഹമല്ല, ആത്മാവാണ്. ആത്മാവായ ഞാൻ എടുത്ത ജന്മങ്ങളെ കുറിച്ചെല്ലാം ശിവബാബ പറയുന്നത് ഈ ദേഹത്തിന്റെ കാതിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബാബ ഈസ് മുഖദ്വാര സുനാരഹ. ശിവബാബ ബ്രഹ്മമുഖത്തിലൂടെ കേൾപ്പിക്കുന്നു. ജീവാത്മാവായ ഞാൻ, ബാബയുടെ കുട്ടിയായ ഞാൻ ഈ ശരീരത്തിന്റെ ചെവി കൂടെ കേൾക്കാണ്. രണ്ടുപേരും ശരീരം എടുത്തിരിക്കുകയാണ്. खुद कहते हैं मुझे इन ऑर्गन्स का आधार लेना पड़ता है, इनका नाम ब्रह्मा रखना पड़े. സ്വയം ബാബയാണ് പറയുന്നത് എനിക്ക് ഈ രഥം ആധാരമായിട്ട് എടുക്കേണ്ട വരും. ഈ ആളുടെ പേരെന്താണ്? ബ്രഹ്മാവെന്ന് ഞാനാണ് വച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഞാൻ എന്ന് പറയുന്നത് ആരാണ്? ബ്രഹ്മബാബയല്ല, ശിവബാബയാണ്. खुद कहते हैं मुझे इन ऑर्गन्स का आधार लेना पड़ता है, इनका नाम ब्रह्मा रखना पड़े. പ്രജാപിത ബ്രഹ്മ തോ മനുഷ്യ ചാഹിയന. പ്രജാപിത ബ്രഹ്മാവ് മനുഷ്യനായിരിക്കണം. സൂക്ഷ്മവതന്മേം ധോടേഹി കഹിയെങ്കിൽ പ്രജാപിത ബ്രഹ്മ. സൂക്ഷ്മലോകത്തിൽ പ്രജാപിത ബ്രഹ്മാവ് എന്ന് പറയാൻ പറ്റില്ല. സ്ഥൂല വതന്മേം ആക്കർ കാത്തേഹേ മേം ഇസ് ബ്രഹ്മാ തന്മേം പ്രവേശിക്കർ തുംകോ എഡോപ്റ്റ് കർക്കാം. ഇത് സൂക്ഷ്മലോകത്തിലോ ബ്രഹ്മലോകത്തിലോ നടക്കുന്ന കാര്യമല്ല. സ്ഥൂലവതനത്തിൽ, സ്ഥൂല ശരീരത്തിൽ വന്നിട്ട് ശിവബാബ പറയാണ്, ഞാൻ ഈ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ പ്രവേശിച്ച് നിങ്ങളെ ദത്തെടുത്താണ്. തും ജാനത്തെ ഹോ ഹം ആത്മായും ഈശ്വർക്ക് ഗോതമേം ജാതി ഹി. നമുക്കറിയാം നമ്മളിപ്പോൾ ഈശ്വരന്റെ മടിത്തിലേക്കാണ് പോകുന്നത്. ശരീർ ബികർത്തോ ഗോതുഹനസതി. ശരീരമില്ലാണ്ട് മടിയിലിരിക്കാൻ പറ്റില്ല. ആത്മാ കാതിഹി മേം ശരീർ ദ്വാര ഉൻകി ബൻപി. ആത്മാവ് പറയാണ്, ഞാൻ ഈ ദേഹസഹിതം ബാബയുടേതായിരിക്കുകയാണ്. യഹ് ശരീർ ഉസ്നെ ലോൺ ലിയാ ഹെ, യഹ് ജീവ് ഉൻകാ നഹി ഹെ. ഈ ബ്രഹ്മബാബയുടെ ശരീരം ശിവബാബ കടമെടുത്തതാണ്, അത് ശിവബാബയുടെ ശരീരമല്ല. പരമാത്മാനെ ഇന്മേം പ്രവേശിക്കുക. പരമാത്മാവ് അതിൽ പ്രവേശിച്ചിട്ടുണ്ട്. ബാബ എന്തിനാ ആവർത്തിക്കുന്നത്? ഇത് എല്ലാവരും അംഗീകരിക്കാം. ബ്രഹ്മബാബയെ അംഗീകരിക്കും, കൊള്ളാം, ഞാനും കൊള്ളാന്ന് പറയും. പക്ഷെ ശിവബാബ വന്നിട്ടുണ്ട്, അത് നമുക്ക് അത്ര വിശ്വാസം പോരാന്ന് പറയും. അപ്പൊ ബാബ അത് ആവർത്തിച്ച് പറയാണ്, ഞാനാണ് ഇതിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഇയാൾക്ക് ഞാനാണ് പേരിട്ടിരിക്കുന്നത്. കബി ബച്ച ബൻ ജാത്താഹും കബി മാംബി ബൻ ജാത്താഹും ജാദൂഹാർഹന.
ഇതിനകത്തിരിക്കുന്ന ഞാൻ ചിലപ്പോൾ കുട്ടിയായിട്ട് മാറും. ബാബു ഞാൻ ചിലപ്പോൾ അമ്മയായിട്ട് മാറും. ഞാനൊരു ഇന്ദ്രജാലക്കാരനാണ്. കൈ ഫിർ ഇസ് ഖേൽപാൽ കോ ജാദൂകാരി സംബന്ധിച്ചു. അങ്ങനെ കുട്ടിയായിട്ട് മാറാമെങ്കിൽ കുട്ടിയുടെ ഭാവത്തിലേക്ക് വരും. അപ്പൊ ചിലര് വിചാരിക്കും ഇതൊക്കെ എന്തോ കുഴപ്പങ്ങളാണ്, അല്ലെങ്കിൽ മന്ത്രജാലം എന്ന് പറയും. ദുനിയാമേ ഝൂട്ടി റിദ്ധി സിദ്ധിക്കാൻ ബഹുത്ത് ചെലുത്ത. കാരണം എന്താണ്? ഈ ലോകത്ത് ധാരാളം റിദ്ധി സിദ്ധികളുടെ കാര്യം, ഈ ഭസ്മം എടുക്കുക, മാല എടുക്കുക, ഇങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് അതുപോലെ എന്തോ ആണ് ഇവിടെ എന്ന് വിചാരിക്കും. कृष्णा भी बन जाते हैं जिनका भाव कृष्णा में होगा तो उनको झट कृष्णा दिखाई पड़ेगा. ചിലർ കൃഷ്ണ പോലെ ആയിട്ട് മാറും. അപ്പൊ ബാബ പറയാണ് അവർക്ക് കൃഷ്ണഭാവം നോക്കുകയാണെങ്കിൽ കൃഷ്ണ പോലെ തോന്നും. ഏത് ഭാവത്തിൽ നമ്മൾ നല്ല ലയിച്ചിരിക്കുകയാണെങ്കിൽ, അവ്യക്ത ബാബ്ദാദ എന്ന് പറഞ്ഞ ചിലര് വരും. അവർ ചിലപ്പോൾ നല്ല സ്നേഹത്തിൽ ലയിച്ചായിരിക്കും ഇരിക്കും. അപ്പൊ കേൾക്കുന്നവർക്ക് അത്, അല്ലെങ്കിൽ അടുത്തുള്ളവർക്ക് തോന്നുന്നു ഇതിൽ ബാബ പ്രവേശനം എന്നൊക്കെ തോന്നിപ്പോകും. അപ്പൊ ബാബ പറയാണ് കൃഷ്ണനിൽ അങ്ങനെ ലയിച്ചിരിക്കുന്നവർക്ക് കൃഷ്ണനെ പോലെ അവരെ കാണപ്പെടും. ഉൻകോ മാൻ ലേങ്കെ ഫിർ ഉൻകെ ഫോളോവേഴ്സ് ബി ബൻ ജായേ. അവരെ ആദരിക്കും, അവരുടെ ഫോളോവേഴ്സ് ആകും. യഹം തോ സാരി ജ്ഞാനിക്ക് ബാത്. ഇവിടെ ബാബ പറയാണ്, ഇവിടെ ബ്രഹ്മബാബയുടെ അടുത്ത് വരുമ്പോൾ അപ്പൊ ശിവബാബയുടെ ആ ഭാസന വരണമെന്ന് നിർബന്ധമൊന്നുമില്ല എല്ലാവർക്കും. ബാബ പറയാണ് ഇത് ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പഹലെ യഹ് പക്കാ നിശ്ചയ ചാഹിയേക്ക് മേം ആത്മാഹും അവർ ബാബത്തോ കാത്തെ മേം തുമാരാ ബാബു. ആദ്യം നമുക്ക് നിശ്ചയം വേണ്ട എന്താണ്? ഞാൻ ആത്മാവാണ്. ആത്മാക്കളുടെ അച്ഛനാണ് പറയുന്നത് ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. അപ്പൊ ആത്മാവാണെന്ന് നിശ്ചയം വരാതെ പരമാത്മാവിന് നിശ്ചയം വരില്ല. തും ബച്ചംകോ ത്രികാലദർശി ബനാത്ത. ബാബ എന്തിനാണ് വന്നിരിക്കുന്നത്? വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു തന്ന് നമ്മളെ ത്രികാലദർശികളാക്കാനാണ്. ഐസി നോളജ് കൊയ് ദേന സകൻ. ഇപ്രകാരമുള്ള അറിവ് നൽകാൻ ആരാലും സാധ്യമല്ല. ഭക്തിമാർഗ കാ ജബ് അന്ധ് ഹോഗാ തോ തബ് ബാപ് കോ ആനാ പഡ്താ. ഭാവിക്ക് വരേണ്ടത് ഏത് സമയത്താണ്? ഭക്തിമാർഗത്തിന്റെ അവസാനം. ഭക്തിമാർഗത്തിൽ കണ്ണി കണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു, പക്ഷെ അത് പതിച്ചു പോയി, ഭക്തി പോലും ഇല്ലാത്ത അവസ്ഥയിലായി പോയി. അപ്പോൾ എനിക്ക് വരേണ്ടത് വരും. ബൽ ബഹുതംകോ ശിവ കെ ലിംഗ കാ അഖണ്ഡ് ജ്യോതി സ്വരൂപ കാ സാക്ഷാത്കാർ ഹോത്താ ഹൈ ജൈസി ജിസ്കി ഭാവന ഹോത്തി ഹൈ തോ വഹ് മേം പൂരി കർത്താ. ധാരാളം പേർക്ക് ശിവലിംഗത്തിന്റെ സാക്ഷാത്കാരം കിട്ടിക്കാണും, ധാരാളം പേർക്ക് അഖണ്ഡ ജ്യോതി ബ്രഹ്മജ്യോതിയുടെ സാക്ഷാത്കാരം കിട്ടിക്കാണും. ബാബ പറയാണ് അത് അവരവരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഞാൻ പൂർത്തീകരിക്കുന്നതാണ്. അവിടെ എന്താ പറയുന്നത്? പ്രഥമ രൂപം പുരുഷ രൂപത്തിലാണ് പറയുന്നത് ഞാൻ. അപ്പോൾ ബ്രഹ്മബാബയല്ല പറയുന്നത്, ശിവബാബ പറയാണ് ആ ഭക്തിയുടെ ബലം കൊടുത്തത് ഞാനാണ്. പരന്തു മേരേസെ പോയി മിൽത്താഹി നഹീഹെ. ബാബ പറയുന്നത് ഇങ്ങനെ സാക്ഷാത്കാരം കിട്ടിയാണ്ടെന്നും എന്റെ അടുത്തേക്ക് ആർക്കും എത്താൻ പറ്റത്തില്ല. മേരെ കത്തോ പഹജാൻതേഹി നഹീഹെ. എന്നെ തിരിച്ചറിയാൻ പോലും പറ്റും അല്ലെ? പലരും പറയുന്നത് എന്താണ്? ഭക്തന്റെ ആ ഭയങ്കരമായ ഭാവം നോക്കുമ്പോൾ ബ്രഹ്മം ഉരുകിയിട്ട് ബ്രഹ്മം തന്നെ വന്ന് സാക്ഷാത്കാരം കൊടുക്കും. ബ്രഹ്മം ഉരുകി പല രൂപം കൈക്കൊണ്ടിട്ട് കൊടുക്കും. അവർ ഒരു ബ്രഹ്മം ഉരുകുന്നില്ല അല്ലെ? ആ ഭാവനയ്ക്ക് അനുസരിച്ചുള്ള ബലം ഭഗവാൻ തന്നെയാണ് കൊടുക്കുന്നത്. ഏക കിസ്കോ മാലം നഹി ഹേ കി ഹം ആത്മാ പരംധാമ്യം രഹനെ വാലി. ആത്മാക്കളായി നമ്മൾ പരംധാം നിവാസികളാണ്. ഇതൊന്നും ലോകത്ത് ആർക്കും അറിയാൻ പാടില്ല. ജബ് തും ബാബ കെ സാമനെ ആക്കർ ബൈഠെ ജാത്തെ ഹോ രോമാഞ്ച് ഖടേ ഹോ ജാത്തെ. ബാബ പറയണു ഭഗവാനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ആ ഭഗവാന്റെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും. ഓഹോ ശിവബാബു ജ്ഞാനക്കാ സാഗർ വഹി ഇസ്മേ ബൈഠ് ഹംകോ പടാത്തെ ഹി. ഇങ്ങനെ നമ്മൾ അത്ഭുതപ്പെടണം. ആഹാ, ജ്ഞാനസാഗരനായി ശിവബാബ ബ്രഹ്മാവിൽ ഇരുന്ന് പഠിപ്പിക്കാം അല്ലെ? എന്തൊരു അത്ഭുതമാണ്. നമ്മൾ അങ്ങനെ അത്ഭുതപ്പെടണം, ആനന്ദിക്കണം. ബാക്കി കൃഷ്ണ വ ഗോപികോം കി ബാത് ഹി നഹി. അപ്പൊ നമ്മൾ അന്വേഷിക്കുന്ന ആളുകൾ അന്വേഷിക്കുന്ന കൃഷ്ണ ഗോപികമാരും എവിടെ? ഗീതയുണ്ടോ? കൃഷ്ണനുണ്ട്, ഗോപികമാരുണ്ട്, മുരളിയുണ്ട്. അവർ അങ്ങനെയുള്ള കാര്യമൊന്നും കിട്ടിയില്ല. സത്യത്തിന് വേറെ സത്യത്തിലും കൃഷ്ണനും ഗോപികമാരൊന്നും ഉണ്ടാവില്ല. വഹന്തോ ഹരേക്ക് പ്രിൻസ് അപ്പനെ മഹലോമേ രഹത്തെ. അവിടെ ഓരോ രാജകുമാരന്മാരും അവരവരുടെ കൊട്ടാരത്തിൽ കഴിയും. ഇൻ സബ് ബാത്തുംകോ വഹി സംശയിക്ക് ജോ ആക്കർ ബാപ്സെ വർഷലേ. ആരാണോ ഇവിടെ വന്ന് ബാബയുടെ സമ്പത്ത് എടുക്കുന്നത് അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. സമ്പത്തിന്റെ യോഗ്യതയുള്ള കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാത്തവർക്ക് ഒന്നും ചിലപ്പോൾ തലയിൽ കയറത്തില്ല. ഓരോ സത്യത്തില് കൃഷ്ണ ഗോപികമാരുമായിട്ടുള്ള ഇതുപോലത്തെ കളികളൊന്നും ഉണ്ടാവില്ല. ഈ പുരാണത്തിൽ കാണിച്ചിരിക്കുന്നതിലുള്ളത് ഉണ്ടാവില്ല. तो यह खुशी भी अंदर रहनी चाहिए. അപ്പോൾ നമ്മൾ ബാബയെ തിരിച്ചറിഞ്ഞ ബാബയുടെ കുട്ടിയായി നല്ല സന്തോഷം ഉള്ളിലുണ്ടാവണം. കഹത്തെ ബേഹെ തും മാതാപിതാ പരന്തു ഇസ്കാ ഭി അർത്ഥ നഹീം സമझते हैं. എല്ലാവരും പറയുന്നുണ്ട് നീ മാതാപിതാവാണ്, അതിനർത്ഥം പോലും അറിയില്ല. പിതാ തൊട്ടേക്ക് ഹേപ്പർ മാതാ കിസ്കോ കഹാ ജാതാ. പറഞ്ഞ അച്ഛൻ എന്നുള്ളത് ശരി തന്നെ അല്ലെ? ശിവ ബാബ അച്ഛനാണ്. എല്ലാ ശിവക്ഷേത്രങ്ങളും പുരുഷഭാവത്തിലാണ്. അപ്പൊ ഈ അമ്മയാരാണ്? മാതാത്വ ജരൂർ ചാഹി. അമ്മ തീർച്ചയായിട്ടും വേണമല്ലോ. അപ്പൊ അമ്മയാരാണ്? അമ്മയാരാണ്? ഇസ് മാതാക്ക് കൊയ് മാതാ ഹോനസക്. ബ്രഹ്മബാബയ്ക്ക് ഒരു അമ്മയില്ല. നമുക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്. ശിവബാബയ്ക്ക് അച്ഛനുമില്ല, അമ്മയില്ല. ബ്രഹ്മബാബയ്ക്ക് അമ്മയില്ല. ബ്രഹ്മബാബയുടെ അമ്മയാരാണ്? ശിവബാബ. ബാബയെ അമ്മയായിട്ട് എടുക്കാൻ തോന്നും. നിയമാനുസരിച്ച് അമ്മയില്ല.
एक रास बड़ा समझने का है और बाप को याद करना है. ഇതെല്ലാം വളരെ മനസ്സിലാക്കേണ്ട രഹസ്യങ്ങളാണ്. ബാബയെ ഓർമ്മിക്കുകയും വേണം. ബാബ कहते तुम्हारे में भी कोई अवगुण नहीं होना चाहिए. ബാബ പറയാണ് എന്റെ കുട്ടികളിൽ യാതൊരുവിധ അവഗുണങ്ങളും കുറവുകളും ഉണ്ടാകരുത്. ഗാത്തെ भी है मुझ निर्गुण हारे में कोई गुण नहीं. ഇതുവരെ നമ്മൾ എന്താ പാടിക്കൊണ്ടിരുന്നത്? ഞാനൊരു ഗുണമില്ലാത്തവനാണ്, നിർഗുണനാണ്, എന്റെ കഴുത്തില് അല്ലെങ്കിൽ എന്നില് യാതൊരു ഗുണവുമില്ല. അപ്പൊ ബച്ചംകോ ഗുണവാൻ ബനനാപ്പടി. ഈ ഗുണമില്ല ഗുണമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ബാബ പറഞ്ഞു ഗുണവാൻ ആയി മാറും. ഭക്തിയിൽ എന്താണ്? നിരഹങ്കാരിത്വത്തിന്റെ ഒരു ഭാവമാണ്. അയ്യോ ഞാനൊരു ഗുണമില്ലാത്തവനാണ്, ഞാൻ ഭഗവാന്റെ ധൂളിയാണ്, അതാണ് ഇതാണ്, അങ്ങനെ ഒരു കടാക്ഷം മതി എന്നൊക്കെ പറയും. അവർ ഇനി മിണ്ടരുത് അല്ലെ. ഇനി നമ്മൾ എന്താണ്? ബാബ പറയണു ഗുണവാനായിട്ട് മാറണം അല്ലെ, ഭഗവാന്റെ കുട്ടിയായിട്ട് മാറണം. कोई काम नहीं है, कोई क्रोध नहीं है, देह का अहंकार भी नहीं आना चाहिए. ബാബ പറയുന്നത് നമ്മളിൽ ബാബയുടെ കുട്ടികളിൽ കാമം ഉണ്ടാകരുത്, ക്രോധം ഉണ്ടാകരുത്, ദേഹാഭിമാനം. ഇന്നലെ ബാബ എന്താ പറഞ്ഞത്? ചില കുട്ടികളിൽ ബാബ പ്രവേശിച്ചിട്ട് സമർത്ഥനായ ആത്മാക്കളെ ബാബയുടെ കുട്ടിയാക്കി മാറ്റി. അപ്പൊ ദേഹാഹങ്കാരം വരും. ഓ ഞാനാണ് അവരെ ജ്ഞാനത്തിൽ കൊണ്ടുവന്നിട്ട് പറയും. ബാബ പറയണു ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ സമയം തും യഹാം ബൈഠേ ഹോ ജാനത്തെ ഹോ ഹം യഹാം ഹെ പർ മുർജായി സാധിക്കോ മാനി ചാഹി. ഈ സമയത്ത് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്, നമുക്കറിയാം നമ്മൾ ഭഗവാന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്, പിന്നെ എന്തിനാ തളർന്നു പോകുന്നത്? പരന്തു യഹ് പരിപക്വ അവസ്ഥ അന്തമേ ഹോഗി. ഒന്നിലും കുലുക്കമില്ലാത്ത അചഞ്ചലമായ അവസ്ഥ, എന്ത് വന്നാലും കുലുക്കമില്ലാണ്ട് ഒരേ ഫ്ലോയിൽ പോകുന്ന അവസ്ഥ, അവർ അത് അവസാനം ഉണ്ടാവും. ഇപ്പൊ കുറച്ച് കുലുങ്ങുകളാകും, കുലുക്കം കുറഞ്ഞിട്ടുണ്ട് അല്ലെ. ബാബ ജ്ഞാനം കൊണ്ട് കുലുക്കം ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. ഇനി അവസാനം എന്താണ്? നമ്മൾ യോഗത്തിൽ കൂടെ എല്ലാത്തിനും ഉപരിയാകണം. ഗായാബി ഹുവാഹി അതീന്ദ്രിയ സുഖം പൂച്ചനാഹിയത്തോ ഗോപഗോപ്യം സെ പൂച്ചോ. ഇങ്ങനെ പാടാറുണ്ട്. ഈ അതീന്ദ്രിയ സുഖം ഗോപഗോപികുമാരോട് ചോദിക്കാൻ പറഞ്ഞു. यह अंत में होगा, ऐसे कोई कह नहीं सकता कि हम 75% അതീന്ദ്രിയ സുഖം रहते हैं. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ അതീന്ദ്രിയ സുഖം എന്താണ്? ബാബ എപ്പോഴും പറയുന്നുണ്ടല്ലോ അതീന്ദ്രിയ സുഖം. ലൈല സിസ്റ്റർ അതീന്ദ്രിയ സുഖം ഉണ്ടോ? ഉണ്ടോ? ബാബ പറയണു 75% അതീന്ദ്രിയ സുഖം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതീന്ദ്രിയ സുഖം ബാബ പറയണു അവസാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിതി പൂർത്തീകരിക്കണം അല്ലെ. നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്. പ്രകൃതിക്ക്, മായയ്ക്ക്, ഇന്ദ്രിയങ്ങൾക്ക്, ഈ മൂന്നെണ്ണത്തിനും അതീതമാകുമ്പോഴാണ് അതീന്ദ്രിയ സുഖം. അതീന്ദ്രിയം എന്ന് വെച്ചാൽ എന്താ? ആ ഇന്ദ്രിയങ്ങൾക്ക് ഉപരിയായിരിക്കും. ഈ സമയം പാപം കാ ബോജ ബഹുത്ത്. അതെന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്? ബാബ പറയാണ് പാപത്തിന്റെ കെട്ട്, പാപത്തിന്റെ ഭാരം കണ്ടമാനമുണ്ട് നമ്മുടെ എല്ലാം ആത്മാവും. ഗുരു കൃപാസേ വാ ഗംഗാ സ്നാൻ സേ പാപനഹ്യം കടി സക്തി. ഗുരുവിന്റെ കൃപ കൊണ്ടോ ഗംഗയിൽ പോയി കുളിച്ചതുകൊണ്ടൊന്നും പാപമില്ലാതെയാണ്. ബാബ അന്തമേഹി ആക്കരണോളത്തെ. ജ്ഞാനം കൊണ്ട് മാത്രമേ പാപം നശിപ്പിക്കാൻ പറ്റൂ. ഈ അറിവ് ബാബ പറയാണ് ഞാൻ അവസാനം വന്ന് നൽകും. ദിഗാത്തേഹെ കന്യാദ്വാര ബാൺ മർവായെ അവർ മർദ്ദയ. കന്യാകുമാരി അമ്പ അയച്ചു മരിച്ചു എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. വെറും മരണയ്ക്ക് സമയം ഗംഗാജലത്തിലായ, മരിക്കുന്ന സമയത്ത് ഗംഗാജലം കുടിപ്പിച്ചു എന്നൊക്കെ ഉണ്ട്. തും യഹാം ജബ് ബേഹോഷ് ഹോ ജാത്തെ ഹോ തോ തുംകോ ബാബ കി യാദ് ദിലായി ജാത്തി. ബാബയുടെ കുട്ടികൾ ബോധക്കെട്ട് പോകാൻ, അതായത് മായ വന്നിട്ട് ഇടിച്ചിട്ട് തകർന്ന് തരിപ്പമായി പോകാൻ, ആ സമയത്ത് ബാബ നമുക്ക് ഓർമ്മ നൽകും, ബാബയുടെ ഓർമ്മ നൽകും. മാമേക്കം യഹ് ബച്ചംകോ ആദ്യത്തെ പഠിച്ചായി. മായ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മായ. ബാബ ഒഴിച്ച് ബാക്കി എല്ലാം മായ. ഈ ലോകത്തിലെ ബാബ ഒഴിച്ച് വേറെ എന്തിനെ ഓർമ്മിക്കുന്നതും മായയാണ്. അപ്പൊ ബാബ പറയാണ് അതുകൊണ്ട് ബാബയുടെ ഇതെന്താണ്? മാമേക്കം, എന്നെ മാത്രം ഓർമ്മിക്കും. ഇത് ഒരു ശീലമാക്കി നമ്മൾ മാറ്റും. ഐസനഹി കൊയ് യാത് കരായി. ആരെങ്കിലും എന്നെ കൊണ്ടൊന്ന് ഓർമ്മിപ്പിക്കണം അല്ലെ. 4 മണിക്ക് അമൃതവേള യോഗം, 5 മണിക്ക് സന്ധ്യായോഗം, പിന്നെ നട്ടുച്ചയ്ക്ക് യോഗം, 11 മണി യോഗം, 1 മണി യോഗം, അങ്ങനെ എല്ലാവരും പറയുന്നത് എന്താണ്? ഇപ്പൊ ഫുൾ ടൈം യോഗ, പിന്നെ 24 മണിക്കൂർ ക്ലാസ്. പക്ഷെ എന്തില്ല? പരിവർത്തനമില്ല. ഇൻഫർമേഷൻ കണ്ടമാനം, ട്രാൻസ്ഫോർമേഷൻ ഇല്ല. കാര്യം എന്താണ്? കഴിഞ്ഞ മീറ്റിംഗിൽ ഒരു സിസ്റ്റർ 4 കാര്യങ്ങൾ പറഞ്ഞു. എംപവർമെന്റ് ആണ് 4ാമത്. അത് നടക്കുന്നില്ല. ഈ മൊബൈലിൽ കൂടെ ഒരു എംപവർമെന്റ് നടക്കില്ല, ഉള്ള പവർ പോകും. അപ്പൊ ബാബ പറയാണ് ആരും എന്നെ ഓർമ്മിക്കണം. അമൃതവേളയിൽ മൊബൈൽ ഇല്ല, അതുകൊണ്ട് എനിക്ക് യോഗയില്ല. അതൊക്കെ വേണമെങ്കിൽ ഒരു മാർഗനിർദ്ദേശത്തിന് വേണ്ടി ആദ്യമൊക്കെ ഉപയോഗിക്കില്ല എന്ന് വെച്ചോ, അതിനുവേണ്ടി ഉപയോഗിക്കുക. അതല്ലാണ്ട് അതിനാവശ്യമില്ല. ഈ മുരളി തന്നെ യോഗ അല്ലെ. ബാബ പറയാണ് അങ്ങനെ ആരെങ്കിലും എന്നെ സഹായിക്കണമെന്നൊന്നും പറഞ്ഞേക്കരുത്. വേലോകത്വം മന്ത്രത്തെ. ഭക്തിമാർഗം എളുപ്പമാണ്. നമശിവായ 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 എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മന്ത്രങ്ങൾ ജപിക്കാൻ എളുപ്പം. പക്ഷെ ബാബയെ ഓർമ്മിക്കാൻ പാടില്ല. ബഹുത്വ കോമൺ ബാധ, അതൊക്കെ സാധാരണ കാര്യം. ഉസ് സമയം ബഹുത് മാരാമാരി ആദ്യ ഹോത്തി. ഈ അവസാന സമയത്ത് ഈശ്വരൻ ഓർമ്മിക്കുന്ന സമയത്ത് ലോകത്ത് ഭയാനകമായ യുദ്ധമായിരിക്കും. ആ സമയത്ത്
നമുക്ക് മൊബൈൽ ഓൺ ചെയ്ത് തരണം, അല്ലെങ്കിൽ ആ പാട്ടിട്ട് വെച്ച് തരണം ഒക്കെ പറഞ്ഞാൽ തും ഭിന്ന ഭിന്ന സ്ഥാൻ പർ രഹത്തെ ഹോ, നമ്മള് ഭിന്ന ഭിന്ന സ്ഥാനങ്ങളിലായിരിക്കും ആ സമയത്ത്. ഉസ് സമയം ഐസനഹിയും കഹയെങ്കിൽ ശിബിഷിക്കണം. ആ സമയത്ത് മന്ത്രം ജപിച്ചിട്ട് കാര്യമാണ്, നമശിവായം ജപിച്ചിട്ട് കാര്യമുണ്ട്, അതൊരു കാര്യം. ഉസ് സമയം പൂരി യാത് ചാഹിയെ ലവ് ചാഹിയെ. അതിനു മുമ്പായിട്ട് നമുക്ക് ബാബയോട് നല്ല സ്നേഹം വരണം, ബാബയുടെ ഓർമ്മ വേണം. ബാബയുടെ സ്നേഹം വരണേൽ എന്ത് വേണം? ബാബയുടെ സ്നേഹം വരണേൽ എന്ത് വേണം? എന്തെങ്കിലുമൊക്കെ പറയൂ, ഉറക്കം വരില്ലേ? ബാബയുടെ സ്നേഹം വരണമെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ ധാരാളം പാപുരിപ്പുണ്ട്. ഇതെങ്ങനെ പോകും? ഓർമ്മിക്കണം. ഓർമ്മിക്കണമെങ്കിൽ സ്നേഹം വേണം. സ്നേഹം വരണമെങ്കിൽ ഭാരം പോകണം. ഇത് ആകെ കുഴഞ്ഞു കിടക്കും. ബാബു പറയാണ്, മിനിങ്ങാന്ന് ബാബു പറഞ്ഞു, 2 കാര്യത്തിൽ കൂടെ രക്ഷപ്പെടാം തിങ്കളാഴ്ച. യോഗയിലൂടെയും സേവയും. കഠിനമായ സേവ ചെയ്ത് കുറെ പാപകർമ്മങ്ങൾ തീരും. അപ്പൊ കുറച്ചുകൂടി യോഗ അടുക്കും. ബാബയുടെ ഓർമ്മയിൽ കർമ്മം ചെയ്താൽ ശരീർ छोड़ने के समय आपे ही याद आवे बिगर किसको मदद बाप को याद कर. ബാബ പറയാണ്, ഈ ശരീരം വിട്ടു പോകുമ്പോഴേ എന്നെ സഹായിക്കുന്നു പറയാൻ പറ്റത്തില്ല. ബാബ പറഞ്ഞ ആരുടെയും സഹായമില്ലാണ്ട് ശിവബാബയുടെ ഓർമ്മയിൽ. ഭക്തിയിലെ മന്ത്രങ്ങളൊക്കെ എളുപ്പമാണ്. ഉസ് സമയം ബാബ പറഞ്ഞ ആ സമയത്ത് ഭയങ്കര വിനാശമാണ്. ഭിന്ന ഭിന്ന സ്ഥാനം, നമ്മൾ വേറെ വേറെ സ്ഥാനങ്ങളിലായിരിക്കും. ശിവശിവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് പൂർണ്ണമായ സ്നേഹം വേണം. തബ്ഹി നമ്പർ 1 പദ പ്രാപ്ത. വിനാശ സമയത്ത് ഇപ്പൊ എങ്ങനെയാകട്ടെ, 75, 50 ഒക്കെ ആയിക്കോട്ടെ, വിനാശ സമയമാകുമ്പോൾ നമ്മൾ നീങ്ങി വേറെ ഒരു ഓർമ്മയും വരാണ്ട് പരമാനന്ദത്തിൽ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്പർ 1 പദവിയായിരിക്കും. തും ബച്ചേ ജാനത്തെ ഹോ मैं तुम्हारा बाप हूं, കൽപ്പ പഹലെ ഭി തും ബച്ചോം കോ ഗുൽഗുൽ ബനായാ ഥാ. നമുക്കിപ്പോൾ മനസ്സിലായി, ഞാൻ നിങ്ങളുടെ അച്ഛനാണെന്ന് മനസ്സിലായി. ബാബ തന്നെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. ബാബ പറയണു, കൽപ്പത്തിന് മുമ്പും ഞാൻ കുട്ടികളെ പൂക്കളാക്കിയിട്ടുണ്ട്. സത്യവുമേം യോഗബലസെ പൂൽ ബച്ചെ പൈതാ ഹോ. സത്യത്തിൽ യോഗബലത്തിലൂടെ പൂക്കളെ പോലുള്ളൊരു കുട്ടി ജനിക്കും. ലോകത്തിലെ നമ്പർ 1 പൂവാരാണ്? ശ്രീകൃഷ്ണൻ. ദുഃഖ ദേനേവാലി ചീസ് പോയി വഹം നഹി ഹോ. അവിടെ ദുഃഖം നൽകുന്ന യാതൊന്നും ഉണ്ടാകും. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഇപ്പൊ കരച്ചില്ല, അല്ലെ? അവർ അങ്ങനെയൊന്നും അവിടെ ആരും കരയുന്നില്ല. നാമ ഹീഹേ സ്വർഗം, ആ ലോകത്തിന്റെ പേര് തന്നെ സ്വർഗം എന്നാണ്. പരന്തു വഹം കോൻ നിവാസ് കർത്തെ ഏത് ഭാരതവാസി ജനത്തെ ഹി നഹി. പക്ഷെ ഈ സ്വർഗത്തിൽ ആരാണ് നിവസിക്കുന്നത്? ഭാരതവാസികൾക്ക് അറിയാനേ പാടില്ല. ശാസ്ത്രോമേ ഐസി ബഹുത് ബാത്തെ രഖ് ദേഹേ കി വഹം ഭി ഹിരണ്യകശിപു ആദി ഥേ. യഹ് സബ് ഭക്തിമാർഗ്ഗ കി സാമഗ്രി. നമ്മുടെ പുരാണങ്ങളിൽ എന്ത് എഴുതിയേക്കണേ? സത്യവത്തിലാണ് ഹിരണ്യകശിപു, പിന്നെ ഹിരണ്യാക്ഷൻ, അല്ലെ? ഹിരണ്യം എന്ന് വെച്ചാൽ എന്താ? സ്വർണമാണ്. അതായത് ഇഹലോകത്തിൽ കണ്ണുവച്ചിരിക്കുന്നവനാണ് ഹിരണ്യകശിപു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവർ പറയുന്നത്, ഈ അസുരന്മാര്. ബാബ പറയുന്നത് അതൊക്കെ ഭക്തി മാർഗത്തിലെ കഥകളാണ്. ഭക്തി ഭി പഹലെ സദോപ്രധാൻ ഹോത്തി പീछे ധീരെ ധീരെ സ്തവം പ്രധാൻ ഹോ ജാതി. ഭക്തി ആദ്യം നല്ല ഭക്തിയായിരിക്കും, നല്ല സദോപ്രധാന ഭക്തി. പതുക്കെ എന്താണ്? പതുക്കെ അതിന് തമോപ്രധാനത ഇരുട്ട് ബാധിക്കും. ബാബ കാത്തെ മേൻ തുമക്കോ ആസ്മാൻ പറ ചലാത്ത. ബാബ പറയാണ്, ഞാൻ നിങ്ങളെ ആകാശത്തിലേക്ക് ഉയർത്താം. തും ധീരെ ധീരെ നീതെ ആജാത്തെ. അവിടെ നമ്മൾ പതുക്കെ താഴേക്ക് പോരും. മനുഷ്യ കൊയ്ക്ക് മഹിമ ഹൈനി. ഒരു മനുഷ്യൻ മഹിമ താഴേക്ക് കൊണ്ടുവന്നവർക്ക് മനുഷ്യൻ എന്താ? സത്യത്തിലെ നമ്പർ 1 പുണ്യാത്മാക്കളാണ്. ഒരു പാപമില്ല, ഒരു വികാരമില്ല, അംശം മാത്രമില്ല. ചി പൊടാന്ന് ആരും വിളിക്കട്ടെ. പിന്നെ എന്തുകൊണ്ട് ത്രേതായുഗം ഇല്ല? സത്യത്തിൽ ഒരു പാപകർമ്മങ്ങളും ഇല്ല. എന്നിട്ടും താഴേക്ക് പോയില്ലേ? അപ്പൊ അവർ പിന്നെ ദ്വാപരം മുതൽ പുരാണം വായിച്ച മുകളിലേക്ക് പോകാം. അല്ല, ആത്മാവ് കർമ്മം ചെയ്യുമ്പോൾ ആത്മാവിന്റെ ശക്തി പോകും, താഴേക്ക് പോയി. സർവകാ സദ്ഗതി ദാദ ഏകഹി ബാബ. എല്ലാവരും അധപതിക്കുമ്പോൾ എല്ലാവരും ഉയർത്തിയെടുക്കാൻ ഒരാളേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും വിളിക്കുന്നത് സർവരുടെ സദ്ഗതി ദാദ. ബാക്കി ഗുരുലോക അനേക പ്രകാർക്കി തീർത്ഥയാത്ര ആദി സകലാത്തെ നിർഭി നീജ ഗൃത്യരഹം. പിന്നെ ഇവിടെയുള്ള ഗുരുക്കന്മാര് പവർന്ന് കുറെ തീർത്ഥയാത്രകൾ ചെയ്യും, എന്നിട്ടും താഴേക്കല്ലേ പോകുന്നത്? ഭക്തി മാർഗമേ മേരാക്കോബൽ സാക്ഷാത്കാർ ഹുവ പരന്തു വഹുക്കൈ വിശുദ്ധി മാലിക്കത്തോടെ ഹി ബനി. ഭക്തിമാർഗത്തിൽ മേരിക്ക് സാക്ഷാത്കാരം ഉണ്ടായി. ബാബയ്ക്കാണ് മേരെ എന്താ? വിശ്വത്തിന്റെ അധികാരിയായി. ഇവിടെ എന്താ? കൃഷ്ണന്റെ സാക്ഷാത്കാരമല്ല, സാക്ഷാൽ കൃഷ്ണ രാജ്യത്തിലേക്ക് പോകും. കൃഷ്ണനെ പോലെ നമ്മൾ ആയി മാറണം. കൃഷ്ണ എന്ന് ജപിക്കാൻ ബാബ സമ്മതിക്കില്ല. ശിവശിവാന്ന് ജപിക്കേണ്ട, പകരം ശിവന്റെ പുത്രനായി മാറുമ്പോൾ നമ്മൾ കൃഷ്ണനെ പോലെ ആയിക്കോളും. എന്തുകൊണ്ടെന്നാൽ കൃഷ്ണൻ പൂർണ്ണമായും ആരാണ്? ആത്മാഭിമാനിയാണ്. തുമക്കോ തോ ബാബ കാത്തെ ജിന്ന് ബൻ. ബാബ നമ്മളോട് പറയണ ജിന്നായി മാറും. തുമക്കോ കാം ദേത്താഹും സിർഫ് അൽ ബേക്കോ യാദ് കർ. ബാബ നമുക്ക് ഒരു പടി വെച്ച് തന്നിട്ടുണ്ട്. അതായത് ഇതാണ് ബാബ നമുക്ക് തന്നിരിക്കുന്ന ജോലി. ബാബയെ ഓർമ്മിക്കണം, ബാബ നൽകുന്ന സമ്പത്തിനെ ഓർമ്മിക്കണം. അഗർ ധക്ക ജായെങ്കിൽ യാതനഹിയും കരയെങ്കിൽ തോ മായ ഖച്ച കാജായി. പക്ഷെ ഇതിൽ നമ്മൾ മടുക്കും.
റിസൾട്ട് കാണത്തില്ല, സംസ്കാര പരിവർത്തനം കാണില്ല, യോഗസുഖം കാണില്ല, വിഘ്നങ്ങൾ കണ്ട പാടാം നമ്മൾ വേണ്ട. അപ്പൊ ബാബ പറയാണ് മായ പച്ചയ്ക്ക് വീഴും. ഏക്ക് കഹാനി ബേഹേ ജിന്ന് ഘാഗയ, ജിന്ന് തിന്നു കളഞ്ഞെന്ന് പറഞ്ഞൊരു കഥയൊക്കെ ഉണ്ട്. ബാബ ബി കാത്തെ തും യാദ് നഹിയും കരയെങ്കിൽ തോ മായ കച്ച ഘാ ജായേഗി. ബാബ പറയാണ് നീ എന്നെ നിരന്തരം ഓർമ്മിച്ചില്ലെങ്കിൽ മായ പിടിച്ചു വീഴും. പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ മായ കയറും. യാദമേം ബാഡ്നേസി ഖുഷി പെടുത്തി പറഞ്ഞു. ഓർമ്മയിൽ കഴിയുകയാണെങ്കിൽ അതിന്റെ അടയാളം എന്താണ്? നമ്മുടെ സന്തോഷം കൂടും. ബാബ നമുക്ക് വിശുദ്ധ മാലിക് ബനാത്തി. ഈ സന്തോഷം അങ്ങനെ ഇരുന്നാൽ തന്നെ സന്തോഷമല്ല, കുറെ മനനം ചെയ്യും. ഈശ്വരൻ വന്നിരിക്കുകയാണ്, നമ്മളെ വിശ്വത്തിന്റെ അധികാരിയാക്കുകയാണ്. അവർ ഇതൊക്കെ ഒന്ന് മനനം ചെയ്യും. തും ആത്മായും സുൻതിയെ, കേൾക്കുന്നത് ആരാണ്? നമ്മൾ ആത്മാക്കളുണ്ട്. അപ്പോൾ ആത്മാഭിമാനിയാകാം. മീട്ടെ ലാഡിലെ ബച്ചെ മേം തുമ്പോ മുക്തിധാമേ ലേ ചലനെ ആയ. എന്റെ മധുരമായ ഓമന മക്കളെ, ഞാൻ മുക്തിധാമത്തിൽ നിന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ മുക്തിധാമത്തിലേക്ക് കൊണ്ടുപോകാനാണ്. ബൽ വാപ്പിസ് ജാനേക്ക് കൊശിഷ് ബഹുത്ത് കർത്തേ പരന്തു പോയി ജാനഹി. ആളുകൾ പറയും നമുക്ക് ഒന്നും വേണ്ട, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, കഠിനമായി ശ്രമിക്കുക. ബാബ പറയാണ് മടങ്ങിപ്പോകാൻ ധാരാളം പേര് ശ്രമിക്കുന്നു, പക്ഷെ ഒരിക്കലും പോകാൻ പറ്റും. എന്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല? ലൈല സിസ്റ്റർ, എന്തുകൊണ്ട് ഭക്തി ചെയ്താൽ പോകാൻ പറ്റത്തില്ല? ഇന്ദിരാമതി പറയും എന്തുകൊണ്ട് ഭക്തി ചെയ്താൽ പോകാൻ പറ്റില്ല? ആരാണ് പോകേണ്ടത്? ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത്? എവിടേക്കാണ് പോകേണ്ടത്? ഒന്നും അറിയാൻ പാടില്ല. ആത്മാവാണെന്ന് പോലും അറിഞ്ഞു. പിന്നെ എല്ലാരും വിളിക്കും ദൈവം എന്നെ എവിടെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ബാബ പറഞ്ഞു എന്ത് ഭക്തിയുള്ള കാര്യം ആർക്കും അറിവില്ല, ജ്ഞാനമില്ല. ബാബ പറയാണ് ബാബ ഫിർസെ ഹംകോ രാജഭാഗ്യ പറഞ്ഞു, ഞാൻ വന്നിട്ട് വീണ്ടും രാജഭാഗ്യം. ഖുഷി കാ പാരാ ചടേക അന്ത്. എന്നിട്ട് സന്തോഷം വരുന്നു. ബാബ എപ്പോഴും പറയും സന്തോഷമായിട്ടിരിക്കും, സന്തോഷം തല പോയാലും സന്തോഷം. തലയൊന്നും പോയിട്ടില്ല, പക്ഷെ സന്തോഷമില്ല. ബാബ പറഞ്ഞു അത് കുറച്ചുകൂടി കഴിയട്ടെ, അവസാനമാകുമ്പോൾ സന്തോഷം. അപ്പൊ അവസാനം പ്രതീക്ഷിച്ചിരിക്കും. ജബ് ഫൈനൽ ഹോങ്കെ വിനാശ് ഹോ ജായേ. അവസാന സമയത്ത് സന്തോഷം മാത്രമല്ല ആ വിനാശമായി. തും സാക്ഷി ഹോക്കർ ദേഖത്തെ രഹേംഗെ. ബാബ പറയുന്നത് നമ്മൾ സാക്ഷിയായിട്ട് കാണും. ഭൂനെ നാഹക്ക് കേൾഹേന പറഞ്ഞ രക്തം പുഴയെ ഒഴുകും, അതാണ് കളി. യാ ഗുനാഹ് കിയാഹി ജോ മാർനലിയെ ബോംബ് സാധി ബനായി. എന്ത് അപരാധം ചെയ്തിട്ടാണ് ഈ കൊല്ലാൻ വേണ്ടി ബോംബുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക? മരേങ്കത്തോ സഹി, എല്ലാവരും മരിക്കും എന്നുള്ളത് സത്യം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു അല്ലെ, വലിയ മുട്ടിന് അടിയെടുത്തിട്ട് എല്ലാവരും കൂടി എന്തോ തല്ലി പൊളിക്കാം. ഏതോ സിറിയയിലോ മറ്റേ ഈ നോയ്മ നോക്കുന്നില്ല എന്ന് പറഞ്ഞു പിടിച്ച് കൈയും കാലൊക്കെ പിറകി കെട്ടിയിട്ട് വലിച്ചഴച്ചുകൊണ്ട് ചവിട്ടി ഒരു കുഴിയിലിട്ടിട്ട് വെടിവെച്ച് കൊല്ലാം. അപ്പൊ മനുഷ്യന് വട്ട, മനുഷ്യന് ഭ്രാന്ത്. കഴിഞ്ഞ ദിവസം പേപ്പറിൽ 500 ഉക്രൈൻ പട്ടാളക്കാരെ ഞങ്ങൾ കൊന്നു. ഭയങ്കര സന്തോഷം, ഭയങ്കര അവകാശവാദം, ഭയങ്കര അഭിമാനം. ഈ ഭൂമിയിലുള്ള 500 മനുഷ്യരെ കൊന്നു, മനുഷ്യര്. അപ്പൊ ആൾക്കാർക്ക് വട്ട് പിടിക്കുന്ന ഭാവം വരും, എല്ലാം അടിച്ച് ചാവും. എല്ലാ ശേഷം ഭാവന ചെയ്തിട്ടുണ്ട്. രാത്രി ഭയങ്കര ബഹളം, ആളുകൾ ഓടുന്നു, അയ്യോ അയ്യോ എന്നൊക്കെ വിളിക്കും. നമ്മുടെ ഗേറ്റിലൊക്കെ ഇട്ട് അടിക്കും. നഗരവേ ഭാവന ചെയ്യാറ്, വിനാശം ഭാവന ചെയ്യാറ്. ഭയങ്കര വെട്ടും കുത്തും, നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ തല പടം കണ്ടാൽ മരവിച്ചു, പിന്നെയാണ് ഇനി ഇത് കാണാൻ പോകും. അപ്പൊ ബാബ പറയുന്ന കുട്ടികളെ വിനാശം വരും, രക്തപ്പുഴയായിരിക്കും, സാക്ഷിയായിട്ട് കാണണം. മരേങ്കത്തോ സഹി ഒക്കെ ചാവും. വഹുബി സമിച്ചത്തെ ഹംകോ പോയി പ്രേയർ കറേ. എത്ര ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവരും പറയുന്നത് ആരും ഞങ്ങളെ പ്രേരിപ്പിക്കുക. ജോ നഹീം ചാഹത്തെ ബി ഹം ഏക് ബോംബ് സാധി ബനാ. ഞങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഖർച്ചാത്ത ബോധം നിസ്സാരമായ പൈസയാണ്. നമ്മളൊരു ഫ്ലക്സ് അടിക്കണമെങ്കിൽ എത്ര രൂപ? അപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫ്ലക്സില് 8.4 എന്നുള്ളത് 6.3 ആണ്. അവിടെയാണെങ്കിലും 15,000 കോടി രൂപയാണ് ഒരു ദിവസം റഷ്യയുടെ ചെലവ്. 15,000 കോടി. ഡ്രാമേ നോന്ത്. ബാബ പറയാണ് ഇതൊക്കെ ഡ്രാമയിലുണ്ട്. എല്ലാവരും ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഇവിടെ കളിക്കുകയാണ്. കുറെ പേര് കൊല്ലുന്നു, കുറെ പേര് കൊല്ലപ്പെടുന്നു. ആത്മാവ് കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നു. പക്ഷെ ഇതൊക്കെ നടക്കും. ബാബ പറയാണ് വിനാശം സംഭവിച്ചേ പറ്റും. അനേക ധർമ്മ ബീജ് ഏക ധർമ്മ രാജ്യകരണ സഭ. അനേക ധർമ്മങ്ങളുടെ ഇടയിൽ ഒരു ധർമ്മത്തിന് രാജ്യം ഭരിക്കണം. अब अनेक धर्मം का विनाश और एक धर्म की स्थापना होनी है. അനേക ധർമ്മത്തിന്റെ വിനാശവും ഏക ധർമ്മത്തിന്റെ സ്ഥാപനയും നടന്നേ മതിയാകൂ. അത് നമ്മൾ അംഗീകരിച്ച് ആ നാളുകളെ നേരിടാനുള്ള ശക്തി നമ്മൾ നേടിയെടുക്കണം. തും ജാനത്തെ ഹോ ഹം ബാബാ കി ശ്രീമത്ത് പർ രാജ്യ സ്ഥാപൻ കർ രഹേ ഹെ. നമുക്കറിയാം നമ്മൾ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് രാജ്യം സ്ഥാപിക്കുകയാണ്.
वह चले जाते हैं मैदान पर ड्रिल आदि सीखने के लिए. ആ പട്ടാളക്കാർ മൈതാനത്തേക്ക് ഇറങ്ങണം അല്ലെ. കുറെ കെട്ടുമായിട്ട് ഓട്ടമാണ്. തോക്കുണ്ട്, ബാഗിൽ ആഹാരം എന്തൊക്കെ ഉണ്ട്, എന്നിട്ട് ഓട്ടമാണ്. ഡ്രില്ലൊക്കെയാണ് അവർ. സമച്ച് ദേഹേ മർണ और मार. അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, നിലയെ ചാവും അല്ലെങ്കിൽ കൊല്ലും. ഒരു മടിയും. യഹം തോ വഹ് ബാത് നഹി. ഇവിടെ ചാവലും കൊല്ലലൊന്നും. ബഹുത് ഖുശി രഹനി ചാഹിയെ ബാബ ആയ. ഇവിടെ നമുക്ക് ഭയങ്കരമായ സന്തോഷം ഉണ്ടാവണം. ബാബ വന്നിട്ടുണ്ട്. പ്രാചീൻ ഭാരത് കാ രാജയോഗ നിരാകാർ ഭഗവാനെ ഹി സിഖായ. ഭാരതത്തിന്റെ പ്രാചീന രാജയോഗം സ്വയം ഭഗവാൻ തന്നെയാണ് പഠിപ്പിച്ചത്. നാം ബദൽക്കർ കൃഷ്ണ രഹദിയാഹി. പേര് മാറ്റിട്ട് കൃഷ്ണന്റെ പേര് എഴുതി വെച്ചു. സന്യാസി ലോക സമച്ചത്തെ ഹമാരാഹി പ്രാചീന. സന്യാസിമാര് വിചാരിക്കുന്നത് ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ് പ്രാചീനം. തുമക്കോ കിത്തന അച്ഛി രീതി സമച്ചാത്തെ. ബാബ എത്ര എളുപ്പമായ കാര്യം നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നെ. ബച്ചേ മുझे പഹചാൻതേ ഹോ മേം തുമാരാ ബാപ് ഹോ. കുട്ടികളെ നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞോ, ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. മുझे ഹി പതിത പാവൻ ജ്ഞാനകാ സാഗർ കാത്തേ ഹോ. എന്നെയാണ് പതിത പാവനൻ ജ്ഞാനസാഗരൻ എന്ന് വിളിച്ചത്. കൃഷ്ണത്തോ പതിത ദുനിയാമേം ആനസാഗ്യം. ശ്രീകൃഷ്ണൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ പറഞ്ഞു ശ്രീകൃഷ്ണൻ ഈ പതിത ലോകത്തിലേക്ക് വരാൻ പറ്റില്ല. കൃഷ്ണ ഗോപുർ ദ്വാപരമേലേക്ക് അവര് കൃഷ്ണനെ ദ്വാപരത്തിലേക്ക് കൊണ്ടുപോയി. ഇതിനി ഗലത്ത് ഭഗമി ബിൽക്കുൽ തമോപ്രധാൻ ബനുകയും. അവർ എന്തെല്ലാം കുഴപ്പങ്ങളാണ് സംഭവിച്ചത്, എല്ലാം തമോപ്രധാനമായി. മേം ആതാഹി തബഹും സത്വം മുക്തിധാമേ പ്രേജാന. എല്ലാവരും മുക്തിധാമത്തിലേക്ക് പോകേണ്ട സമയമാകുമ്പോൾ അവർ അപ്പോഴേ ഞാൻ വരുള്ളൂ. തും ജാനത്തെ ഹോ ഹം പഠ രഹേ. നമുക്കറിയാം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹം ഗോഡ്ലി സ്റ്റുഡന്റ് ഹേ. നമ്മുടെ ഒരു സമാനമാണ്, നമ്മൾ ഈശ്വരീയ വിദ്യാർത്ഥികളാണ്. ഏക സിമരൻ കർത്തരഹോത്തോ രോമാഞ്ച കടയഹോ ജായെങ്കിൽ. ഇതൊക്കെ ഒന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം എന്നെ പഠിപ്പിക്കുകയാണ്, ആദിമത്യാന്തം പഠിപ്പിക്കുകയാണ്, ആത്മപരമാത്മജ്ഞാനം കൊടുക്കാണ്. ബാബ പറഞ്ഞ രോമാഞ്ചം ഉണ്ടാവും. ബാബ തും ബച്ചുംകോ ജ്ഞാനിക്ക ഗർഭ ധാരൻ കരാരഹാകി. ബാബ കുട്ടികൾക്ക് ജ്ഞാനത്തിന്റെ ഗർഭം ധാരണ ചെയ്യിപ്പിക്കുകയാണ്. നിർത്തും യഹ് ഭൂൽ ജാതി. ബാബയ്ക്കാണ് കുട്ടികൾ ഇത്രയൊക്കെ ആയിട്ട് ഇതൊക്കെ എന്താ മറന്നു പോകുന്നത്. ബച്ച പൈദാ ഹുവ ബാബ കഹന ലഘുപടെ. ഒരു കുട്ടി ജനിക്കുമ്പോൾ അച്ഛ എന്ന് വിളിക്കാൻ എന്താ പാട്. സമ്മച്ച് ജാത്തെ ഹം വാരിസ്. ആ കുട്ടിക്ക് മനസ്സിലാകും അച്ഛന്റെ സ്വത്തിന് അധികാരിയാണ് ഞാൻ. തോ നിരന്തർ ദാദേക്കോ യാദ് കരവും. ശിവ ബ്രഹ്മബാബു പറയാണ് അതുകൊണ്ട് നിരന്തരം അച്ഛനെ ഓർത്തു. ബാബ മത് ദേത്തെ ബച്ചെ കാ മഹാശത്രു ഹം ഇസ്നെ തുമക്കോ ആദിമധ്യാന്ത് ബഹുത് ദുഃഖ ദിയാഹി. ബാബ ഉപദേശം നൽകിയാണ് കുട്ടികളെ കാമ മഹാശത്രുവാണ്, ആദിമധ്യാന്തം വളരെയധികം ദുഃഖിപ്പിച്ചതാണ്. യഹ്ഹെ മൃത്യുലോക വേശ്യാലയം. ഈ ലോകം മൃത്യുലോകമാണ്, വേശ്യാലയമാണ്. രാം ശിവാലയ ബനാത്തെ ഹെ ജിസ്മേം ദേവി ദേവതാ ധർമ്മ കാ രാജ് ഹോതാ ഹെ. രാമൻ ശിവാലയം ഉണ്ടാക്കാൻ അവിടെ ദേവി ദേവതകളുടെ ധർമ്മവും രാജ്യവും ഉണ്ടാകും. പരന്തു ഉനോനെ കൈസെ രാജ്യ ലിയ കപിൽ ലിയ യഹ് തും. പക്ഷേ ദേവതകൾ എന്നീ രാജ്യമെടുത്തു, എങ്ങനെ രാജ്യമെടുത്തു ബാബ പറഞ്ഞു. അതെല്ലാം ഈ സമയത്ത് നമുക്ക് മനസ്സിലായി. ദേവതകൾ തന്നെ ജന്മങ്ങൾ എടുത്ത് ആരും അറിയപ്പെടാത്തവരായി വെറും സാധാരണക്കാരായി ജീവിക്കുമ്പോൾ ഈ സാധാരണക്കാർക്ക് ലളിതമായ രാജയോഗത്തെ പഠിപ്പിച്ച് അവരെ കൊണ്ട് ലോകത്തെ പഠിപ്പിച്ച് ബാബ പദവി നേടിക്കൊടുത്തു. വഹ സമയത്തെ ഗോഡ് ഗോഡസ് കവി പുനർജന്മനഹിമില്ല. അവരുടെ വിശ്വാസം എന്താ, ഈ ദേവി ദേവത ഗോഡ് ഗോഡസ് ഒരിക്കലും പുനർജന്മം കൊടുക്കില്ല, അവര് വീട്ടിൽ പോയി എന്നാണ് അവർ വിചാരിക്കുന്നത്. ഏക ബഡേക്കോ സമച്ചമയം ആജായത്തോ ആവാജ് ഭയച്ച്. ഒരു വലിയ ആൾക്കാർക്ക് മനസ്സിലാകാണെങ്കിൽ അവർ ശബ്ദം പറയും. ഗരിബിക്കത്തോ കൊയ്യ ബാത്തിനഹിം. പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് ബാബ പറയാണ് നല്ല പാണ്ഡിത്യോ പണമോ അല്ലെങ്കിൽ പദവിയോ ഉള്ള ആരെങ്കിലും ഇത് പരമമായ സത്യം എന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ അവർക്ക് ധാരാളം പേര് കേൾക്കാനുണ്ടാവും. തുമാരെ മേബി നമ്പർ വൺ ധാരണ വാലേഹി. ബാബ പറഞ്ഞു നിങ്ങളിലും എല്ലാവരും ഒരുപോലെയും ധാരണയില്ല. സ്കൂൾ ഏകഹി ഹെ, ടീച്ചർ ഏകഹി ഹെ, ബാക്കി പഠന വാലെ സബ് നമ്പർ വൺ. സ്കൂൾ ഒന്നേ ഉള്ളൂ, പഠിപ്പിക്കുന്ന ആൾ ഒന്നേ ഉള്ളൂ, ടീച്ചർ ഒന്നേ ഉള്ളൂ, ബാക്കി പഠിക്കുന്നവരിൽ വ്യത്യാസം. അച്ഛ मीठे मीठे सिकल दे बच्चों प्रति माता पिता बाप दादा का याद प्यारा और गुड मॉर्निंग. रूहानी बाप की, रूहानी बच्चों को नमस्ते. रूहानी बच्चों की, रूहानी बाप दादा को याद प्यार गुड मॉर्निंग नमस्ते. धारणा के प्रधान करता. माया के वार से बचने के लिए जिन्न बिन अल्फ और बे को याद करना. മായയുടെ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജിന്നിനെ പോലെ ബാബയെയും ബാബ നൽകുന്ന സമ്പത്തിനെയും ഓർമ്മിച്ചു. ഗ്യാപ്പിലാണ് മായ വരുന്നത്. നമ്മള് ബാബയെ ഓർമ്മിക്കാത്ത ഗ്യാപ്പുകളിൽ ഇഹലോക കാര്യങ്ങൾ ചിന്തിച്ച് പലപ്പോഴും വീട്ടിലായി. സിർപ്പർ ജോ പാപം കാ ബോജഹി ഉസേ യോഗബൽ സേ ഉദ്ധാരണ. നമ്മുടെ ശിരസിൽ എന്തെല്ലാം പാപകർമ്മങ്ങളുടെ ഭാരമുണ്ടോ അതിനെ യോഗബലത്തിലൂടെ ഇറക്കും. ശിരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ്. അതീന്ദ്രിയ സുഖമേര. അതങ്ങ് പോയി കഴിയുകയാണെങ്കിൽ, കാമൻ അങ്ങ് പോയാണെങ്കിൽ രാമൻ വരും. അപ്പോൾ അതീന്ദ്രിയ സുഖത്തിൽ കഴിയും. മുഖസേ സർവ്വ ശിവശിവനഹിയും ചിലപ്പോൾ യോഗ ശരിയാവുന്നില്ല. അപ്പൊ നമ്മളിരിക്കുന്ന ശിവായി ജപിക്കും.
അവർ അതുകൊണ്ടൊന്നും രക്ഷപ്പെട്ടില്ല. ഒന്നും വേണ്ട. ബാബ സെ സച്ച ലവ് രഖന, ബാബയോട് യഥാർത്ഥമായ ഒരു സ്നേഹം. കാണ്ടം സെ ഫൂൽ ബനാനയ്ക്ക് സേവാമേ തത്പരരായി, മുള്ളുകളെ പൂക്കളാക്കാനുള്ള സേവനത്തിൽ നമ്മൾ തൽപരരായും കഴിയും. വരുന്നു निश्चिंत स्थिति द्वारा यथार्थ जजमेंट देने वाले निश्चय बुद्धि विजयी रखना. നിശ്ചിന്ത സ്ഥിതിയിലൂടെ യഥാർത്ഥ ജഡ്ജ്മെന്റ് നൽകുന്ന നിശ്ചയ ബുദ്ധി വിജയരത്നങ്ങളായി ഭവിക്കും. നിശ്ചിന്ത സ്ഥിതിയിലൂടെ യഥാർത്ഥ ജഡ്ജ്മെന്റ് നൽകുന്ന നിശ്ചയ ബുദ്ധി വിജയी രത്നമായി ഭവിക്കും. സദാ വിജയी बनने का सहज साधन है एक पल. ഇന്നലെ ബാബിദാന പോയിന്റ് പറഞ്ഞത് സദാ വിജയാകാനുള്ള എളുപ്പ വഴിയാണ് ഒരു ബലം, ഒരു ആസനം. രണ്ടാമത് ഒരാളിൽ ഏകമേം ഭരോസാഹിയത്തോ ബൽ മിൽത്താഹി, ഒരാളിലാണ് നമുക്ക് വിശ്വാസമെങ്കിൽ നമുക്ക് അതിന്റെ ബലം. ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് എനിക്ക് സേവ നൽകുന്നത് സിസ്റ്ററാണ്, അപ്പൊ എനിക്കിപ്പോ സേവ തരുന്നില്ല, ഞാൻ അപ്പൊ ഭാവിയെ കുറിച്ച് ചിന്ത. അവർ ഞാനല്ലേ സേവ നൽകും. എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താ? എല്ലാ മാനസിക വ്യാധികൾക്കുള്ള പരിഹാരമാണ് ശിവബാബ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ബാബയില് ചെയ്യും. बाबा പറയാണ് निश्चय सदा निश्चिंत बनाता है और जिसको स्थिति निश्चिंत है वह हर कार्य में सफल होते हैं क्योंकि निश्चिंत रहने से बुद्धि जजमेंट യഥാർത്ഥ करती. ബാബ പറഞ്ഞ നിശ്ചയം നമ്മൾ നിശ്ചിന്തമാക്കും. ഞാൻ ജയിക്കും, സംശയമുണ്ട്? ഒരു സംശയവും. ബാബയുടെ കൂടെ ഉണ്ട്, സംശയമുണ്ട്? ഒരു സംശയവും. ബാബ പറഞ്ഞു നിശ്ചിന്തം. അപ്പൊ അത് നിശ്ചയസ്ഥിതിയാണ്. അപ്പൊ നിശ്ചിന്തമാകും. ആരുടെ സ്ഥിതിയാണ് നിശ്ചിന്തം? അവർ ഓരോ കാര്യത്തിലും സഫലത നേടും. എന്തുകൊണ്ടെന്നാൽ നിശ്ചിന്തമായി കഴിയുന്നതോടെ ജഡ്ജ്മെന്റ് ശരിയായി. അതായത് ജീവിത വിജയത്തിന് എന്ത് വേണം? ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ്. ഈ തീരുമാനം, ഓരോ കാര്യത്തിൽ തീരുമാനം എടുക്കണമെങ്കിൽ അവർ നമ്മുടെ ബുദ്ധി ശുദ്ധമായിരിക്കണമെങ്കിൽ ഈശ്വരന്റെ ഓർമ്മ ഉണ്ടായി. അതിനെ നിശ്ചിന്ത. तो യഥാർത്ഥ നിർണയിക്ക ആധാർ ഹി നിശ്ചയ ബുദ്ധി നിശ്ചിന്ത്. അപ്പോൾ യഥാർത്ഥമായി തീരുമാനമെടുക്കുന്നതിന്റെ ആധാരം എന്താണ്? നിശ്ചയ ബുദ്ധി, നിശ്ചിന്തം അല്ലെ? നല്ല നിശ്ചയ ബുദ്ധി. ബാബ എന്റെ കൂടെ ഉണ്ട്, ഞാൻ അപ്പുറത്തേക്ക് എത്തിയിരിക്കും, ഞാൻ വിജയിച്ചിരിക്കും. അപ്പൊ നമ്മൾ നിശ്ചിന്തമായി. നാളെ കുറിച്ച് യാതൊരു ചിന്തയില്ല, ഇന്നലെ കുറിച്ച് യാതൊരു ചിന്തയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബുദ്ധി ക്ലിയർ ആയി, ബുദ്ധിയിൽ തീരുമാനം എടുക്കാനുള്ളതൊക്കെ ശരിയാണ്. സോചനയ്ക്ക് ബി ആവശ്യകത ഫോളോ ഫാദർ കർണ, ചിന്തിക്കേണ്ട പോലും ആവശ്യകതയില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ കേവലം ബാബയെ ഫോളോ ചെയ്താൽ മതി. കദം പർ കദം രഖനാഹെ ജോ ശ്രീമത്ത് മീത്തി ഹെ ഉസി പ്രമാൺ ചലന. ഓരോരോ ചുവടും ബാബയുടെ ലഭിച്ചിരിക്കുന്ന ശ്രീമത്ത് അനുസരിച്ച് നമ്മൾ നടക്കണം. സിർഫ് ശ്രീമത്തിക്ക് കദം പർ കദം രഖത്തെ ചലോത്തോ വിജയരഖത്തെ. കേവലം ബാബയുടെ ശ്രീമത്തിൽ കാലുവെച്ചങ്ങ് പോയാൽ മതി. ബ്രഹ്മബാബ മുമ്പേ നടന്നു ആ കാൽപ്പാടുകളിൽ നമ്മൾ കാലുവെച്ച് പോകുകയാണെങ്കിൽ ബാബ വിജയം. അപ്പൊ ബ്രഹ്മബാബയെ ഓർമ്മിക്കാൻ പാടില്ല, പക്ഷെ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യും. ബ്രഹ്മബാബ ആരെ ഓർമ്മിച്ചത്? ശിവബാബയെ. എപ്പോ ഓർമ്മിച്ചു? അമൃതവേളയിൽ നിരന്തരം. ബ്രഹ്മബാബ നിരന്തരം ശിവബാബയെ ഓർമ്മിച്ചു. അതാണ് ഫസ്റ്റ്. അപ്പോൾ ബാബ പറഞ്ഞു അക്കാര്യത്തിൽ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യുക. പിന്നെന്താണ്? ബാബ സദാ വിശുദ്ധിൽ ദാതാവായി കൊടുക്കുന്നവനാണ്, വിഷു കല്യാണക്കാരിയാണ്. അപ്പൊ ഇന്നത്തെ സ്ലോഗൻ അതാണ്, മന്മേം സർവിക്കെ പ്രതി കല്യാൺക്ക് ഭാവന രചനാഹി വിശ്വ കല്യാണക്കാരി. മനസ്സിലെ എല്ലാവരെയും പ്രതി മംഗളഭാവന പുലർത്തുന്നതാണ് വിശ്വ കല്യാണക്കാരി. എല്ലാവരെയും പ്രതി. നമുക്ക് വളരെ മോശമായി ചെയ്തവരുണ്ടാവും, നമുക്ക് വേദനിപ്പിച്ചവരുണ്ടാവും. ബാബയുടെ ഒരു മഹാവാക്യമാണ് ദ്വായുദ്ധോ ദ്വായുധ, എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കും. അപ്പൊ ആരെ എങ്ങനെ കാണിച്ചാലും നമ്മൾ അവരെ അനുഗ്രഹിക്കാൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് നല്ലത് കൊടുക്കും. അതിനെന്ത് വേണം? ശുഭഭാവനയുടെ പിറകിൽ ശുഭകാമന ഉണ്ടായിരിക്കും. നമുക്ക് നല്ലത് വരണം. ബാബ നമുക്ക് നല്ലത് വരാൻ ചിന്തിക്കും, ശുഭചിന്തന ചെയ്യും. അപ്പൊ നമുക്ക് ബാബയില്ല. ബാബയുടെ ആധാരമില്ലാണ്ട് പ്രയോഗിക്കാൻ പറ്റും. അപ്പൊ ബാബ പറയാണ് എല്ലാവരെയും പ്രതി നമുക്ക് എന്ത് ഭാവനയായിരിക്കണം? ഇതാണ് വിശ്വകല്യാണം. ഇനി മാതേശ്വരിയുടെ കുറച്ച് അമൂല്യ മഹാവാക്യങ്ങളുണ്ട്. ഈ സംഗമ സമയത്ത് ഈശ്വരീയ ജ്ഞാനം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇത് സത്യത്തിലെ കിട്ടുമോ? ഇപ്പോൾ നമുക്ക് മനസ്സിലായി, സത്യത്തിൽ നമ്മൾ സ്വയം ജ്ഞാന സ്വരൂപരാണ്, നമ്മൾ ആത്മസ്വരൂപികളാണ്, ആത്മബോധത്തിലാണ്. ആത്മാവ് പഠിപ്പിക്കേണ്ട കാര്യം. ദേവതകള് പ്രാലബ്ധം അനുഭവിക്കുകയാണ്. അവിടെ ജ്ഞാനത്തിന്റെ കൊടുക്കലും വാങ്ങലും ഒന്നും ഉണ്ടാകും. ജ്ഞാനത്തിന്റെ ആവശ്യം അജ്ഞാനികൾക്കാണ്. സത്യത്തിലെ എല്ലാവരും ജ്ഞാനസ്വരൂപരാണ്, അവിടെ അജ്ഞാനികളില്ല. ബാബ പറഞ്ഞു അതുകൊണ്ട് അവിടെ ജ്ഞാനം നൽകേണ്ട ആവശ്യം.
എല്ലാവരും നല്ല ആത്മബോധം തെളിഞ്ഞിരിക്കുക. എല്ലാവർക്കും അറിയാം ഞാൻ ആത്മാവാണ്, നീയും ആത്മാവാണ്. അവർ കാണുന്നത് അനുഭവിക്കും. അവിടെ പോയി നമ്മൾ ആത്മാവിനെ കുറിച്ച് പഠിപ്പിക്കേണ്ട കാര്യം. ഈ സമയത്ത് ഈ വിരാട് ഡ്രാമയുടെ ആദ്യ മധ്യാന്തത്തിന്റെ അറിവ് നമുക്കുണ്ട്. ആദിയിൽ ആരായിരുന്നു, അവരെവിടുന്ന് വന്നു, മധ്യത്തിൽ ആരാണ്, കർമ്മബന്ധനങ്ങൾ എങ്ങനെ കുടുങ്ങി, എങ്ങനെ വീണു, അവസാനം എങ്ങനെ കർമ്മബന്ധനങ്ങൾക്ക് അതീതമായി കർമാതീത ദേവതയെ തീരാൻ സാധിക്കും, ഇതെല്ലാം ബാബ നമുക്ക് പറഞ്ഞു. അതാണ് ത്രികാലദർശി. अभी जो पुरुषार्थ चल रहा है इससे हम विश्व भविष्य प्रारब्ध सत्य देवता बनते हैं. ഇപ്പോൾ എന്ത് പുരുഷാർത്ഥമാണ് നമ്മൾ ചെയ്യുന്നത്, അതനുസരിച്ച് ബാബ പറയണം നമ്മൾ ഭാവിയിൽ സത്യത്തിലെ പ്രാരബ്ധം അനുഭവിക്കും. ഈ സമയത്ത് നമ്മൾ എന്തെല്ലാം ബാബയിൽ നിന്ന് എടുക്കുന്നു അതായിരിക്കും നമ്മൾ അവിടെ എത്തുന്നത്. അഥവാ ബാബ പറയാണ് ദേവതകൾ വീഴുന്ന ദേവതകൾക്ക് അറിയാമെന്ന് വിചാരിക്കുക. ബാബ പറയണം അവർക്ക് ചിന്ത വരും. അതായത് ഇനി ത്രേതായുഗം വരും, ദ്വാപരയുഗം വരും, കലിയുഗം വരും. നമ്മൾ അധപതിക്കുന്ന ദേവതകൾക്ക് ഒരു അറിവ് കിട്ടുകയാണെങ്കിൽ അവരുടെ സന്തോഷം പോകും. അപ്പോൾ അവർ ബാബ പറയണം ഇത് വീഴുന്ന അറിവല്ല. ഈ ചിന്ത ദേവതകൾക്ക് അവിടെ ഉണ്ടാവില്ല. ബാബ പറയാണ് ഈ അറിവിലൂടെ നമുക്ക് ഇപ്പോൾ അറിയാം നമ്മൾ കയറുന്ന കരയിലേക്ക് പോകുന്ന സമയം. നമ്മുടെ ഉയർച്ചയും കഴിഞ്ഞു, വീഴ്ചയും കഴിഞ്ഞു, ഇനി ഏറ്റവും താണു കിടക്കുന്നതിൽ നിന്നും ഉയരേണ്ട സമയമാണ് നമ്മൾ മനസ്സിലാക്കണം. ആധാ കൽപ്പ് അപ്പനെ പ്രാരബ്ധ ഭോഗപുർ अपने आप को विस्मृत कर माया के वश होकर गिर जाते. അരകൽപ്പം നമ്മുടെ പ്രാരബ്ധം അനുഭവിക്കും, നമ്മൾ ദേവതകളായി ജീവിക്കും, ആത്മബോധത്തിൽ ജീവിക്കും, പിന്നെ നമ്മൾ വീണു പോകും. ബാബ പറയാണ് ദേഹബോധത്തിൽ വരും, മായയ്ക്ക് വശപ്പെടും. അതോടുകൂടി നമ്മൾ അധപതിക്കും. ചടന അവർ ഘടന ആദി ബനായ ഈ കയറ്റവും ഇറക്കവും ആദ്യമായ ഒരു നാടകമാണ്. സാരി നോളജ് അഭിബുദ്ധി മേ ഹേ സത്യവിനയ. ഈ അറിവ് മുഴുവൻ ഇപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ സത്യത ദേവതകൾക്ക് ആവില്ല. മനുഷ്യർക്ക് ഈ അറിവില്ല. സത്യത്തിലെ ദേവതകൾക്ക് അറിവില്ലാത്ത എന്തുകൊണ്ട്? ആവശ്യമില്ല. നമുക്കിപ്പോൾ ആവശ്യമുണ്ട്. കാര്യം എന്താണ്? നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടത്. അവരിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തേക്ക് കടക്കാൻ. അവരും കടക്കത്തില്ല. അപ്പുറത്തേക്ക് പരംധാമത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ പരംധാമത്തിന്റെ അധികാരി. അതുകൊണ്ട് ബാബ പറയുന്നത് എല്ലാവരും പ്രതി നമ്മൾ എന്ത് ചെയ്യണം? നല്ല മംഗള ഭാവന വച്ചാൽ മാത്രം. പിന്നെന്താണ്? നമ്മളുടെ ബുദ്ധി വളരെ നിശ്ചയബുദ്ധിയായിരിക്കണം. നമ്മൾ അത്രയും നിശ്ചിന്ത സ്ഥിതി. അപ്പൊ ഇന്ന് ബാബ എന്താ പഠിപ്പിച്ചത്? വളരെ കാലത്തേക്ക് അകന്നിരുന്ന കുട്ടികളാണ് നമ്മൾ. 5000 വർഷമായി പരന്താമത്തിൽ നിന്നും ബാബയുടെ പോകും. നമ്മൾ 84 ജന്മത്തിന്റെ പാട്ട് അഭിനയിച്ചു. ആത്മാവ് വന്നിട്ട് എത്ര ശരീരങ്ങളിൽ മാറി മാറി. ബാബ പറയാണ് ഇപ്പോൾ ദുഃഖത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിട്ട് സുഖത്തിന്റെ സംബന്ധത്തിലേക്ക് പോകേണ്ട സമയമാണ്. അതുകൊണ്ട് നല്ല സന്തോഷം. ഏത് കുട്ടികൾക്ക് അപാര സന്തോഷത്തിൽ കഴിയാൻ പറ്റും? ബാബ നമ്മൾ വിശ്വത്തിന്റെ അധികാരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബ സത്യമായ ഗീതാജ്ഞാനം കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈശ്വരന്റെ മടിയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ ശരീരസഹിതം ബാബയുടേതായി മാറിയിരിക്കുകയാണ്. ബാബ നമുക്ക് ഭക്തിയുടെ ഫലമാണ് നൽകാൻ വന്നിരിക്കുകയാണ്. ബാബ നമ്മൾ ത്രികാലദർശികളാക്കി മാറ്റി. ഭഗവാൻ അമ്മയായി മാറി നമ്മൾ ദത്തെടുത്തു. നമ്മൾ ഈശ്വരീയ വിദ്യാർത്ഥികളാണ്. ഈ സ്മൃതിയിൽ നിശ്ചയമായി കഴിയുന്നതിലൂടെ അപാരമായ സന്തോഷം. ഓം ശക്തി. പിന്നെ ബാബ പ്രധാനമായിട്ട് എന്താണ് പറഞ്ഞത്? ഞാൻ ബ്രഹ്മാവിന്റെ ശരീരത്തിലാണ് വരുന്നത്. അപ്പോഴാണ് നമ്മൾ ബ്രഹ്മാമുഖവംശാവലി ബ്രാഹ്മണരാകുന്നത്. ഇവിടെ പുറം ലോകത്തിൽ ബ്രാഹ്മണരുണ്ട്. അവർ ഇഹലോക സ്ഥൂല യാത്രകൾ ചെയ്യിപ്പിക്കുന്നവരാണ്. അത് കുക്ക് വംശാവലിയാണെങ്കിൽ നമ്മൾ മുഖവംശാവലിയാണ്. പകൽ വ്യത്യാസത്തിൽ ബാബ എപ്പോഴും പറഞ്ഞതാണ് അവർക്ക് നമ്മൾ. പിന്നെ ബാബ എന്താണ് പറഞ്ഞത്? ഈ സമയത്ത് അനേക ധർമ്മത്തിന്റെ വിനാശം നടന്നേ മതിയാവൂ. ഏകധർമ്മത്തിന്റെ സ്ഥാപനം നടക്കണമെങ്കിൽ, അവർ രാജ്യം ഭരിക്കണമെങ്കിൽ അനേക ധർമ്മത്തിന്റെ വിനാശം നടക്കണം. അത് ഡ്രാമയിൽ ഫിക്സഡ് ആണ്. അതുകൊണ്ട് ആളുകൾ പറയും ആരൊക്കെ ഞങ്ങളെ പ്രേരിപ്പിക്കും. അവരെ പ്രേരിപ്പിക്കുന്ന എന്താണ്? ഡ്രാമയിൽ അവരുടെ പാർട്ട്ണർ ശ്രീലങ്ക തല്ലിപ്പൊളിക്കൊണ്ടിരിക്കും. ഈ തല്ലിപ്പൊളിക്കൽ എല്ലായിടത്തും വ്യാപിക്കും അല്ലെ? ആളുകൾക്ക് വട്ടാണ്. അപ്പൊ ബാബ പറഞ്ഞത് വട്ട് ഡ്രാമ അനുസരിച്ചുള്ള വട്ടാണ്. ഡ്രാമ അനുസരിച്ചാണ് ഇതൊക്കെ നടക്കണമെന്ന് വിചാരിക്കും. നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തായാലും ബാബ പറഞ്ഞു അതിനെ അതിജീവിക്കാം. അതിജീവിക്കുന്നത് എങ്ങനെ? ജ്ഞാനയോഗം കൊണ്ട് തന്നെ നമ്മൾ അതിനെ അതിജീവിക്കണം. രക്തപ്പുഴയൊഴുകുന്ന ഒരു നാടകമാണ് വരാൻ പോകുന്നത് മനസ്സിലാക്കണം. വിനാശം സംഭവിക്കുക തന്നെ ചെയ്യും. അത് ബാബ പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ പറഞ്ഞപ്പോൾ എന്താണ്? ലോകത്തിന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാബ പറഞ്ഞത് 100% ശരിയാണ്. ഓം ശാന്തി. സമയം ബാബയോ